वी आर डिजी हिंदी क्लासेस की एक नई कक्षा में आप सबका स्वागत है। आज हम 8वीं कक्षा की 5वीं इकाई की एक कहानी पढ़ेगी। कहानी का नाम है सफ़ेद गुड़। कहानीकार का नाम है सर्वेश्वर दयाल सक्सेना। कहानी का नाम सफ़ेद गुड़ और कहानीकार का नाम है സർവേശ്വർ ദയാൽ സക്സേന। എല്ലാ കൂട്ടുകാർക്കും വി ആർ ഡിജി ഹിന്ദി ക്ലാസ്സസിലെ ഒരു പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 8ാം ക്ലാസ്സിലെ 5ാമത്തെ യൂണിറ്റിൽ വച്ചിരിക്കുന്ന കഥ, അതായത് കഥയുടെ പേര് സഫേദ് ഗുഡ് പഠിക്കും. കഥാകാരൻ്റെ പേര് സർവേശ്വർ ദയാൽ സക്സേന. അപ്പം കഥയിലോട്ട് കടക്കുന്നതിന് മുമ്പ് നമുക്ക് ആ ടൈറ്റിലിൽ ഒന്ന് ശ്രദ്ധിക്കാം. സഫേദ് ഗുഡ്. സഫേദ് ഗുഡ്. ഗുഡ് ചിലപ്പോൾ നിങ്ങൾ കേട്ട് കാണും, ശർക്കര. ഗുഡ് ശബ്ദ का अर्थ है ശർക്കര. സഫേദ്, സഫേദ് വെള്ള, വെള്ള ശർക്കര. വെള്ള ശർക്കര നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പക്ഷെ നിങ്ങൾ കണ്ടു കാണും കടകളിലൊക്കെ വളരെ അപൂർവമായി. അപ്പോൾ ഈ കഥയിലോട്ട് നമുക്ക് കിടക്കാം. മുമ്പ് ഈ കഥയിൽ എന്തിനായിരിക്കും വെള്ള ശർക്കര എന്ന പേര് കൊടുത്തത് എന്നതെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ഈ കഥ നല്ലതുപോലെ മനസ്സിലാക്കിയാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ശരി, നമുക്ക് കഥയിലോട്ട് കിടക്കാം. നിങ്ങൾ എല്ലാവരും ടെക്സ്റ്റ് ബുക്കിൽ 86ാമത്തെ പേജ് എടുക്കുക. അവിടെ നമുക്ക് 1ാമത്തെ പാരഗ്രാഫ് നോക്കാം. दुकान पर सफ़ेद गुड़ रखा था, दुर्लभ था, उसे देखकर बार बार उसके मुंह से पानी आ जाता था. आते आते वह ललचाई नजरों से गुड़ की ओर देखता, फिर मन मजोस कर रह जाता. दुकान पर सफ़ेद गुड़ रखा था. दुकान കട. दुकान पर सफ़ेद गुड़ रखा था എന്ന് വെച്ചാൽ എന്താണ്? കടയിൽ വെള്ള നിറത്തിലുള്ള ശർക്കര വച്ചിരുന്നു. ദുർലഭത, ഇത് ദുർലഭമായിരുന്നു അത്തരം ശർക്കര. ഉസേ ദേഖ് കർ ബാർ ബാർ ഉസ്കെ മുഹ് സെ പാനി ആ ജാതാ താ. ഇത് കാണുമ്പോഴത്തേക്ക് ഉസേ ദേഖ് കർ, ഇത് കാണുമ്പോഴത്തേക്ക് ബാർ ബാർ, ബാർ ബാർ വീണ്ടും വീണ്ടും, ഉസ്കെ മുഹ് സെ പാനി ആ ജാതാ താ. ഉസ്കെ മുഹ് സെ അവൻ്റെ വായിൽ നിന്ന്, ഉസ്കെ മുഹ്, മുഹ് വായ്, ഉസ്കെ മുഹ് സെ പാനി ആ ജാതാ താ, അവൻ്റെ വായിൽ നിന്ന് വെള്ളം വരുമായിരുന്നു. അപ്പം നമ്മുടെ ഈ കഥാപാത്രം പോകുന്ന വഴിയിൽ കടയിൽ വെള്ള ശർക്കര വെച്ചിരിക്കുന്നത് കാണാറുണ്ട്. അത് കാണുമ്പോൾ തന്നെ അവൻ്റെ വായിൽ വെള്ളം ഊറാറുണ്ട്. മനസ്സിലായല്ലോ? ആത്തെ ആത്തെ വഹ് ലൽച്ചായി നസറോം സെ ഗുഡ് കി ഓർ ദേഖ്താ, ഫിർ മൻ മസോസ് കർ രഹ ജാതാ. അപ്പോൾ അവൻ പോകുന്ന വഴിയിൽ ഈ വെള്ള ശർക്കര കാണും. അവൻ്റെ ആർത്തി പിടിച്ച, ലൽച്ചായി, ലൽച്ചാൻ ആർത്തി, ആർത്തി പിടിച്ച, നസറോം സെ, നസർ കാഴ്ച, നോട്ടത്തോടു കൂടി, ആർത്തി പിടിച്ച നോട്ടത്തോടു, സെ ഗുഡ്ക്കി ഓർ ദേഖ്ത, ശർക്കരയിലോട്ട് നോക്കും. ഫിർ മൻ മസോസ് കർ രഹ ജാത, പിന്നെ മനസ്സിനെ നിയന്ത്രിച്ച് സംയമനം പാലിച്ച് അവൻ മുന്നോട്ട് പോകും. മനസ്സിലായല്ലോ? 1ാമത്തെ പാരഗ്രാഫ് ഒന്നും കൂടെ വായിക്കാം. ദുകാൻ पर सफ़ेद गुड़ रखा था, दुर्लभ था, उसे देखकर बार बार उसके मुंह से पानी आ जाता था. आते आते वह ललचाई नजरों से गुड़ की ओर देखता, फिर मन मजूस कर रह जाता. അടുത്ത പാരഗ്രാഫ്. आखिरकार उसके हिम्मत की और घर जाकर माँ से कहा, माँ बैठी फटे कपड़े सिल रही थी. उसने आंख उठाकर कुछ देर दीन दृष्टि से उसकी ओर देखा, फिर ऊपर आसमान की ओर देखने लगी और बड़ी देर तक देखती रही. बोली, कुछ नहीं. वह चुपचाप माँ के पास से चला गया. जब माँ के पास पैसे नहीं होते तो वह इसी तरह देखती थी. वह यह जानता था. അപ്പം അതിനുശേഷം നടക്കുന്ന കാര്യമാണ് പറയുന്നത്. ആഖിർകാർ ഉസ്നെ ഹിമ്മത്ത് കി ഓർ ഘർ ജാക്കർ മാസെ കഹ. ആഖിർകാർ, അങ്ങനെ അവൻ എന്ത് ചെയ്യും? ഉസ്നെ ഹിമ്മത്ത് കി ഓർ, ഹിമ്മത്ത് ധൈര്യത്തോടു കൂടി, ഹിമ്മത്ത് കി ഓർ ഘർ ജാക്കർ മാസെ കഹ. അപ്പം ധൈര്യത്തോടു കൂടി വീട്ടിലോട്ട് പോകും. പോയിട്ട് അമ്മയെടുത്ത് പറയും. അപ്പോഴത്തേക്ക് എന്താണ് അവൻ കാണുന്നത് നമുക്ക് ശ്രദ്ധിക്കാം. മാ ബൈറ്റി ഫട്ടെ കപ്പടെ സിൽ രഹീദി. അപ്പോൾ അമ്മ അവിടെ ഇരുന്ന് ഫട്ടെ കപ്പടെ, ഫട്ടെ കപ്പടെ കീറിയ
കപ്പടെ കുപ്പായങ്ങൾ, സിൽ രഹീതി വസ്ത്രങ്ങൾ അല്ലെങ്കിൽ കുപ്പായങ്ങൾ, സിൽ രഹീതി സിൽന തുന്നുക തുന്നുന്നുണ്ടാവും. उसने आंख उड़ाकर कुछ देर दीन दृष्टि से उसकी ओर देखा, फिर ऊपर आसमान की ओर देखने लगी और बड़ी देर तक देखती रही. उसने അപ്പോൾ അമ്മ എന്ത് ചെയ്യും? उसने आंख उड़ाकर കണ്ണ് ഉയർത്തിയിട്ട് ഉടാക്കർ കുച്ച് ദേർ കുറച്ചു നേരം ദീൻ ദൃഷ്ടി സെ വളരെ ദീനമായ ദൃഷ്ടിയോടുകൂടി, അതായത് വളരെ ദയോടുകൂടി ദൃഷ്ടി സേ ഉസ്കി ഓർ ദേക്ക അവനെ നോക്കും, ദീനദൃഷ്ടിയോടുകൂടി നോക്കും. ഫിർ ഊപ്പർ ആസുമാൻ കി ഓർ ദേഖ്നെ ലഗി പിന്നെ അമ്മ ആകാശത്തോട്ട് നോക്കും. ഫിർ ഊപ്പർ ആസുമാൻ കി ഓർ ദേഖ്നെ ലഗി ഓർ ബഡി ദേർ തക് ദേഖ്തി രഹി അങ്ങനെ അമ്മ കുറേ നേരം ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും ആകാശം. ബോലി കുച്ച് നഹിം ഒന്നും തന്നെ പറയൂല. वह चुपचाप മിണ്ടാതെ वह चुपचाप माँ के पास से चला गया അവൻ എന്ത് ചെയ്യും? അമ്മയുടെ അടുത്തുനിന്ന് ഒന്നും മിണ്ടാതെ പോകും. जब माँ के पास पैसे नहीं होते तो वह इसी तरह देखती थी, वह यह जानता था. അപ്പോൾ അവനറിയാം ജബ് എപ്പോഴാണോ മാക്കെ പാസ് പൈസ നഹിം ഹോത്തെ അമ്മയുടെ പക്കൽ പൈസ ഇല്ലാതെ ഇരിക്കുന്നത്, വഹ് ഇസി തരക് ദേഖ്തി രഹി അപ്പോൾ അമ്മ ഇതേപോലെ നോക്കിക്കൊണ്ടിരിക്കും പൈസ ഇല്ലാത്ത സമയത്ത്. അതായത് അവൻ വരുമ്പോൾ അവനെ ദീനദൃഷ്ടിയോടുകൂടി നോക്കും, എന്നിട്ട് ആകാശത്ത് നോക്കിക്കൊണ്ടേയിരിക്കും. അപ്പം ഈ കാര്യം അവന് നല്ലതുപോലെ അറിയാം. അമ്മയുടെ കയ്യിൽ പൈസ ഇല്ല, അതുകൊണ്ടാണ് അമ്മ ഇങ്ങനെ നോക്കുന്നതെന്ന് അവനറിയാം. നമ്മുടെ കഥാപാത്രത്തിന് വഹ് യഹ് ജാൻതാദ അവനെ ഇത് അറിയാമായിരുന്നു. അടുത്ത പാരഗ്രാഫ്. വഹ് ബഹുത് ദേർ गुमसुम बैठ रहा, उसे अपने वे साथी യാദ് ആ രഹേദെ അവനും കുറേ നേരം ഗുംസും ബൈട്ട് രഹ എന്ന് പറയുന്നത് എന്താണ്? മിണ്ടാതെ ഇരിക്കുക, ഒന്നും മിണ്ടാതെ ഒരിടത്ത് മാറിയിരിക്കുക. ഗുംസും ബൈട്ട് രഹ ഉസേ അപ്പനെ വേ സാദി യാദ് ആ രഹേദെ ആ സമയത്ത് അവൻ്റെ ഒരു കൂട്ടുകാരനെ ഓർമ്മ വരും. ഉസേ ചിടിച്ചിടാക്കർ ഗുഡ് ഗാ രഹേദെ അവൻ വളരെയധികം ശർക്കര തിന്നുന്നവനാണ്. ജോം ഉസേ ഉൻകി യാദാത്തി അങ്ങനെ അവന് ആ ഓർമ്മ വരും, ആ പഴയ കൂട്ടുകാരൻ്റെ ഓർമ്മ. ഉസ്കെ ഭീതർ ഗുഡ് ഖാനെ കി ലാലസ और तेज होती जाती, एकाध बार उसके मन में माँ के बटुए से पैसा चुराने का भी ഖ്യാൽ ആയ അപ്പം പൈസ അമ്മയുടെ പേഴ്സിൽ നിന്ന് പൈസ എടുക്കുന്ന കാര്യം വരെ അവൻ ചിന്തിക്കാറുണ്ട്. യഹ് ഖ്യാൽ ആത്തെ ഹി വഹ് അപ്പനെ കോ ധിക്കാർനെ ലഗാ और इस बुरे ഖ്യാൽ के लिए ഈശ്വർ സെ ക്ഷമ മാംഗനെ ലഗാ അപ്പം അവൻ ഇങ്ങനത്തെ ഒരു ചിന്ത തോന്നുമ്പോൾ അവൻ സ്വയം മനസ്സിനെ കുറ്റപ്പെടുത്തും, എന്നിട്ട് ഈശ്വരനോട് ക്ഷമ ചോദിക്കും. അതാണ് ആ പാരഗ്രാഫിൽ പറയുന്നത്. ആ പാരഗ്രാഫ് നമുക്ക് ഒന്നും കൂടെ നോക്കാം. വഹ് ബഹുത് ദേർ ഗുംസും ബൈട്ട് രഹാ, ഉസേ अपने वे साथी याद आ रहे थे जो उसे चिड़चिड़ाकर गुड गा रहे थे. वह बहुत देर അവൻ വളരെ നേരത്തെ ഗുംസും ബൈട്ട് രഹ ഗുംസും ബൈട്ട് ഒന്നും മിണ്ടാതെ ഒരിടത്ത് മാറിയിരിക്കും അല്ലെങ്കിൽ ഒളിച്ചിരിക്കും. ഉസേ അപ്പനെ വേ സാദി യാദ് ആ രഹേദെ അപ്പോഴത്തേക്ക് അവന് ആ ഒരു കൂട്ടുകാരനെ അവൻ്റെ ഏതോ ഒരു കൂട്ടുകാരനെ ഓർമ്മ വരുമായിരുന്നു. ജോ ഉസേ ചിടിച്ചിടാക്കർ ഗുഡ് ഗാ രഹേദെ അവൻ ധാരാളം ശർക്കര കഴിക്കുന്നവനാണ്. ജോം ഉസേ ഉൻകി യാദ് ആത്തി അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവന് ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ മാറിയിരിക്കുന്ന ആ സമയത്ത് അവന് പഴയ അവൻ്റെ ഒരു കൂട്ടുകാരനെ ഓർമ്മ വരും. ഉസ്കെ ഭീതർ ഗുഡ് ഗാനെ കി ലാലസ ഓർ തേസ് ഹോത്തി ജാതി അപ്പോൾ അവനെ പറ്റിയൊക്കെ ഓർമ്മിക്കുമ്പോഴത്തേക്ക് അവൻ്റെ മനസ്സിൽ വീണ്ടും ശർക്കര തിന്നാനുള്ള ആ അത്യാഗ്രഹം വർദ്ധിച്ചു കൊണ്ടിരുന്നു. ഏകാദ് ബാർ उसके मन में माँ के बटुए से पैसे चुराने का भी ഖ്യാൽ ആയ അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ അവൻ്റെ മനസ്സിൽ അമ്മയുടെ പേഴ്സിൽ നിന്ന്
एगाद बार उसके मन में അവൻ്റെ മനസ്സിൽ माँ के बटुए എന്ന് പറഞ്ഞ പേഴ്സ് बटुए से पैसे चुराने का भी पैसे चुराना പൈസ മോഷ്ടിക്കാനുള്ള ചുരാന മോഷ്ടിക്കുക का भी ഖ്യാൽ ആയത് അപ്പം അമ്മയുടെ പേഴ്സിൽ നിന്ന് പൈസ മോഷ്ടിച്ചാലോ എന്നുള്ള കാര്യവും അവൻ്റെ മനസ്സിൽ വരും ये ഖ്യാൽ ആത്തേ ഹി ഈ കാര്യം അവൻ്റെ മനസ്സിൽ വരുമ്പോൾ തന്നെ വഹ് അപ്പനേക്കോ ധിക്കാറിനെ ലഗ അവൻ സ്വയം കുറ്റപ്പെടുത്തും और इस बुरे ഖ്യാൽ के लिए അപ്പം ഇങ്ങനെ ഒരു മോശം ചിന്ത മനസ്സിൽ വന്നത് കാരണം അവൻ എന്ത് ചെയ്യും കേലിയെ ഈശ്വർ സെ ക്ഷമ മാംഗനെ ലഗ ഈശ്വരൻ്റെ അടുത്ത് ക്ഷമ ചോദിക്കും അടുത്ത പാരഗ്രാഫ് നോക്കാം उसकी उम्र 11 साल की थी उसकी उम्र 11 साल की थी घर में माँ के सिवा कोई नहीं था हालांकि माँ कहती थी कि वे अकेले नहीं हैं उनके साथ ईश्वर है वह चूंकि माँ का कहना मानता था इसलिए उसकी यह बात भी मान लेता था लेकिन ईश्वर के होने का उसे पता नहीं चलता था माँ उसे तरह से ईश्वर के होने का यकीन दिलाई जब वह बीमार होती तकलीफ में कराहती तो ईश्वर का नाम लेती और जब अच्छी हो जाती तो ईश्वर को धन्यवाद देती दोनों खंडों आंग बंद कर बैठते बिना पूजा किए हुए वे खाना नहीं खाते वह रोज सुबह शाम अपनी छोटी सी खंडी लेकर पालदी मारकर संध्या करता उसे संध्या के सारे मंत्र याद दे उस समय से ही जब उसकी जबान तोतली दी अब तो वह साफ बोलने लगा था ആ പാരഗ്രാഫിൽ പറയുന്ന കാര്യം നമുക്ക് അതിൻ്റെ അർത്ഥം ആശയം മനസ്സിലാക്കാം ഉസ്കി ഉമ്ര 11 സാൽ കീ ഥി അപ്പോൾ നമ്മുടെ കഥാപാത്രത്തിൻ്റെ വയസ്സ് 11 സാൽ 11 വയസ്സുള്ള കുട്ടിയാണ് ഗർമയും മാക്കെ സിവ കോയി നഹിം ഥ അപ്പോൾ വീട്ടിൽ അമ്മയെ കൂടാതെ വേറെ ആരുമില്ല മാക്കെ സിവ അമ്മയെ കൂടാതെ കോയി നഹിം ഥ ആരും ഉണ്ടായിരുന്നില്ല ഹാലാങ്കി മാ കഹ്തി ഥി കി വേ അഖേലെ നഹിം ഹേ എന്ന് അമ്മ പറയുന്ന ഇതാണ് ഹാലാങ്കി മാ കഹ്തി ഥി കി വേ അഖേലി നഹിം ഹേ അവർ ഒറ്റയ്ക്കല്ല അഖേലെ നഹിം ഹേ ഉൻകെ സാത്ത് ഈശ്വർ ഹേ അവരുടെ കൂടെ ഈശ്വരനുണ്ട് വഹ് ചൂങ്കി മാക്ക കഹന മാൻതാത അപ്പം അവനും ഈശ്വരൻ അമ്മ പറയുന്ന കാര്യം മനസ്സിലാക്കുമായിരുന്നു അമ്മ പറയും നമ്മൾ ഒറ്റയ്ക്കല്ല നമ്മുടെ കൂടെ ഈശ്വരനുണ്ട് മാക്ക കഹന മാൻതാത അവനത് മനസ്സിലാക്കുക അനുസരിക്കും അമ്മ പറയുന്നത് ശരിയാണ് ഇസ്ലിയെ ഉസ്കി യഹ് ബാത്ത് ഭി മാൻ ലേതാത അത് അവൻ അംഗീകരിക്കുകയും ചെയ്യും ലേക്കിൻ ഈശ്വർ കെ ഹോനെ കാ ഉസേ പത്ത നഹിം ചലത്താ എന്നാൽ ഈശ്വരനുണ്ട് എന്നുള്ള ഒരു വിവരവും അവന് ഇല്ല മാ ഉസേ തരക് സേ ഈശ്വർ കെ ഹോനെ കാ യക്കീൻ ദിലാത്തി എന്നാൽ അമ്മ അവൻ എന്ത് ചെയ്യും മാ ഉസേ തരക് സേ പല തരത്തിൽ ഈശ്വർ കെ ഹോനെ കാ യക്കീൻ ഈശ്വരനുണ്ടെന്ന യക്കീൻ വിശ്വാസം ദിലാത്തി അവന് വിശ്വാസം നൽകുമായിരുന്നു പലതരത്തിൽ അമ്മ ഈശ്വരനുണ്ട് എന്ന വിശ്വാസം അവന് നൽകുമായിരുന്നു ജബ് വഹ് ബീമാർ ഹോത്തി എപ്പോഴാണോ അസുഖമുണ്ടാകുന്നത് ജബ് വഹ് ബീമാർ ഹോത്തി അവന് അസുഖം വരുന്ന സമയത്ത് തക്ലീഫ് മെയും कराहती तो ईश्वर का नाम लेती और जब अच्छी हो जाती तो ईश्वर को धन्यवाद देती അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്ത് തക്ലീഫ് ബുദ്ധിമുട്ട് അസുഖവും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ഈശ്വർ കാ നാം ലേത്തി ഈശ്വരൻ്റെ പേര് പറയും നാമം പറയും ലേത്തി और जब अच्छी हो जाती അപ്പോൾ ഇതിൽ നിന്ന് മോചനം കിട്ടുമ്പോൾ അസുഖത്തിൽ നിന്നൊക്കെ മോചനം കിട്ടുമ്പോഴത്തേക്ക്
तो ईश्वर को धन्यवाद देते, ईश्वर ने धन्यवाद പറയാം, धन्यवाद നന്ദി, धन्यवाद देते. दोनों खंडों आंग बंद कर बैठते, രണ്ടുപേരും മണിക്കൂറുകളോളം കണ്ണടച്ചിരിക്കും. ബിനാ പൂജ കിയേ ഹുയേ വേ ഖാന നഹിം ഖാത്തെ, അപ്പം പൂജ ചെയ്യാതെ അവർ ആഹാരം കഴിച്ചിരുന്നില്ല. ബിനാ പൂജ കിയേ പൂജ ചെയ്യാതെ വേ वह रोज सुबह शाम अपनी छोटी सी खंडी लेकर पालदी मारकर संध्या करता. അപ്പോൾ അവരെന്ത് ചെയ്യും? വഹ് റോസ് ഡെയിലി, ദിവസവും, സുബഹ് ഷാം, സുബഹ് രാവിലെ, ഷാം വൈകുന്നേരം. സുബഹ് അതിൻ്റെ ഓപ്പോസിറ്റാണ് ഷാം. സുബഹ് രാവിലെ, ഷാം വൈകുന്നേരം. ഷാം അപ്പിനി ചോട്ടി സി ഖണ്ഡിയിലേക്ക് അവരുടെ ചെറിയ മണിയെടുത്ത് പാൽദി മാർക്കർ സന്ധ്യാകർത്ത, അതായത് ചമ്രം വടിഞ്ഞിരുന്ന് അവരെന്ത് ചെയ്യും? മാർക്കർ സന്ധ്യാകർത്ത, സന്ധ്യാനാമം പറയും. ഉസേ സന്ധ്യാക്കെ സാരെ മന്ത്ര യാദ് ദേ, അവന് സന്ധ്യാസമയത്ത് പറയുന്ന എല്ലാ മന്ത്രവും ഓർമ്മയുണ്ടായിരുന്നു. ഉസ് സമയ സേഹി ജബ് ഉസ്കി ജബാൻ തോത്തിലി ദേ, അപ്പോൾ കുട്ടിക്കാലത്ത് അവൻ്റെ ജബാൻ നാവ്, തോത്തിലി കൊഞ്ചൽ. उस समय ആ സമയങ്ങളിൽ, ഉസ് സമയ സേ ഹി ജബ് ഉസ്കി ജബാൻ, ആ സമയത്ത് ഉസ്കി ജബാൻ അവൻ്റെ നാവ്, ജബാൻ തോത്തലി കൊഞ്ചലുള്ളതായിരുന്നു. അബ് തോ വഹ് സാഫ് ബോൾനെ ലഗാദ, ഇപ്പോൾ അത് നേരെയായി, നല്ലപോലെ സംസാരിക്കാൻ പറ്റും, ചെറുതിനെയാണ്. ഈ പാരഗ്രാഫ് എൻ്റെ സാരാംശം മനസ്സിലായി കാണുമല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊരു പാരഗ്രാഫിലോട്ട് പോവാം. വേ एक छोटे से कस्बे में रहते थे. माँ एक स्कूल में अध्यापिका थी. बचपन से ही वह ऐसी कहानियाँ माँ के मुँह से सुनता था जिनमें यह बताया जाता था कि ईश्वर अपने भक्तों का कितना ख्याल रखता है, और हर बार ऐसी कहानी सुनकर वह ईश्वर का सच्चा भक्त बनने की इच्छा से भर जाता. दूसरे भी उसके पीठ टोकते और कहते, बड़ा शरीफ लड़का है, ईश्वर उसकी मदद करेगा. वह भी मानता कि ईश्वर उसकी मदद करेगा, लेकिन कभी इसका कोई सबूत उसे नहीं मिला था. ഈ പാരഗ്രാഫ് നോക്കാം, നമുക്ക് അതിൻ്റെ അർത്ഥത്തിലുള്ള. വേ ഏക് ചോട്ടെ സെ കസ്ബെ മേം രഹത്തെ थे, അവരൊരു ചെറിയൊരു കസ്ബെ, ഒരു തെരുവിലാണ് താമസിച്ചിരുന്നത്. മാ ഏക് സ്കൂൾ മേം അധ്യാപിക थी, അമ്മ ഒരു സ്കൂളിലെ അധ്യാപികയായിരുന്നു. ബച്പൻ സേ ഹി വഹ് ഏസി കഹാനിയാം മാ കെ മുഹ് സേ സുൻതാ था, അവൻ കുട്ടിക്കാലം മുതൽക്കേ അമ്മയുടെ വായിൽ നിന്നും ഇങ്ങനത്തെ കഥകളാണ് കേട്ടിരുന്നത്. കഹാനിയാം സുൻതാ था जिनमें यह बताया जाता था कि ईश्वर अपने भक्तों का കിത്തന ഖ്യാൽ രഖ്താ ഹെ, ഈശ്വരൻ തൻ്റെ ഭക്തരെ വളരെയധികം ശ്രദ്ധിക്കാറുണ്ട്, വളരെയധികം ശ്രദ്ധിക്കാറുണ്ട് എന്ന് അമ്മയുടെ വായിൽ നിന്നും ഈ കഥ, പല കഥകളിൽ നിന്നും അവൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഭക്തരെ ഈശ്വരന് ശ്രദ്ധിക്കുമെന്ന്, അല്ലെങ്കിൽ ചിന്തിക്കുമെന്ന്, ഭക്തരെ പറ്റി ചിന്തിക്കുമെന്നുള്ള കാര്യം. और हर बार ऐसी कहानी सुनकर वह ईश्वर का सच्चा भक्त बनने की इच्छा से भर जाता. അപ്പോൾ അമ്മയുടെ വായിൽ നിന്ന് ഇങ്ങനത്തെ കഥകൾ കേൾക്കുമ്പോൾ അവനും ഈശ്വരൻ്റെ ഒരു നല്ലൊരു ഭക്തനായിട്ട് മാറിയെന്ന്. और हर बार എല്ലാ പ്രാവശ്യം, हर बार ऐसी कहानी सुनकर ഇങ്ങനത്തെ കഥകൾ കേട്ടിട്ട് वह ईश्वर का सच्चा भक्त बनने की इच्छा से भर जाता. അപ്പോൾ അവനും ഈശ്വരൻ്റെ നല്ലൊരു ഭക്തനായി മാറി. ഇച്ഛാസെ ഭർ ജാത്ത, ഇച്ഛ ആഗ്രഹം അവനിൽ നിറഞ്ഞു വരും.
दूसरे भी उसके पीठ टोकते और कहते दूसरे भी उसके पीठ ടോക്കർ അപ്പം മറ്റുള്ളവർ അവൻ്റെ മുതുകത്ത് തട്ടിയിട്ട് പീठ ടോക്കത്തെ और कहते മുതുകിൽ തട്ടിയിട്ട് പറയും ബഡാ ഷരീഫ് ലഡ്കാ ഹൈ ഈശ്വർ ഇസ്കി മദത് കരേഗ നീ നല്ലൊരു കുട്ടിയാണ് നിന്നെ ഈശ്വരൻ സഹായിക്കും മദത് കരേഗ മദത് ഹെൽപ്പ് സഹായിക്കും വഹ്വി മാൻതാക്കി ഈശ്വർ ഉസ്കി മദത് കരേഗ അവനും മനസ്സിലാക്കിയിരുന്നു അവനും അംഗീകരിച്ചിരുന്നു ഈശ്വരൻ അവനെ സഹായിക്കും എന്ന് ലേക്കിൻ കബി ഇസ്കാ കോയി സബൂത്ത് ഉസ്സേ നഹി മിലാദ എന്നാൽ അവന് ലേക്കിൻ വഗ് ഭി മാൻതാ കി ഈശ്വർ ഉസ്കി മദത് കരേഗ അവനും അത് അംഗീകരിച്ചിരുന്നു അവനെ ഈശ്വരൻ രക്ഷിക്കുമെന്ന് സഹായിക്കുമെന്ന് ലേക്കിൻ കബി ഇസ്കാ കോയി സബൂത്ത് ഉസേ നഹി മിലാദ എന്നാൽ കബി ഇസ്കാ കോയി സബൂത്ത് എന്നാൽ ഇതിൻ്റെ ഒരു തെളിവും സബൂത്ത് തെളിവ് ഉസേ നഹി മിലാദ അവനെ കിട്ടിയിരുന്നില്ല. അപ്പോൾ കൂട്ടുകാർ ഇന്നത്തെ കഥയുടെ കുറച്ച് ഭാഗം നമ്മൾ മനസ്സിലാക്കി അതിൻ്റെ അർത്ഥം എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഈ കഥയുടെ അടുത്ത ഭാഗം നമുക്ക് വേറൊരു ക്ലാസ്സിൽ മനസ്സിലാക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഏവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഏവർക്കും നന്ദി.